എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് ഒരു സേമിയ തയ്യാറൊക്കെയാണ്. ഇന്ന് കമ്പനി അവധിയാണ്. സ്ഥലത്ത് തമ്പി ഞങ്ങൾ മൂന്നുപേര് ചേർന്ന് വെക്കുന്നത്. ബാക്കി ആൾക്കാർക്ക് വർക്കുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ജോലിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഇന്നലെ ജോലിയുള്ളായിരുന്നു. ഇത് ഞങ്ങളുടെ കിച്ചനാണ്. ഈ കാണുന്ന കിച്ചന് ഞങ്ങളുടെ സഹപ്രോ അവിടെ നിന്ന് സേമിയ ഉണ്ടാക്കുകയാണ്. തമ്പി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് അവനത് അണ്ടിപ്പരിപ്പ് എടുക്കാൻ പറ്റി. അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഞാൻ വിളിക്കുന്നത് പാല് തന്നെ അതിൽ പങ്കുവയ്ക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് MS വേൾഡ് വ്ളോഗ്. ഓ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുകയാണ്. ഫേമസ് ആണ്. പിന്നെ അല്ല, ചുമ്മാ ചെറിയ കളിയൊന്നുമല്ല. ചെറുങ്ങനെ ഇവിടെ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്ന് അത് 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇരിപ്പുണ്ട് 1.5 കിലോ അവരുടെ ഇരിപ്പുണ്ട്. ഇടത്തില്ല. ആകെ 2 പേർക്ക് ഉണ്ടാക്കിയാൽ മതി എന്നും പറഞ്ഞ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ രാജു വിളിച്ച് രാജുവിനും വെച്ചേക്കണം പറഞ്ഞ് പൊക്കി. ഇതിനിപ്പോൾ കമ്പനിയുള്ള എല്ലാവരും വൈകുന്നേരം ഒരു സ്ഥലത്ത് സേവ് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കില യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രാജശിവായാണ് ആ പുതിയ സബ്സ്ക്രൈബർ. അണ്ടിപ്പരിപ്പെല്ലാം റെഡി അല്ലേ? ഇനി അടുത്ത എങ്ങനെ പരിപാടി? സേമിയ വറക്കാം. തമ്പി ഉടുപ്പൊക്കെ ഊരി കളഞ്ഞ് മസിലൊക്കെ കാണിക്കണോ നീക്കിയാണ് ഗൈസ്. അപ്പൊ മണം ഓടിച്ച് ഫോണിൽ കൂടെ മണം ഓടിച്ച് സൗണ്ട് കേട്ടോ. സ്പോൺസർ ചെയ്തത് നമ്മുടെ രാജേഷേട്ടനാണ്. അതുകൊണ്ട് രാജേഷേട്ടന് കുറച്ച് കിട്ടും. പരീക്ഷണമൊന്നുമില്ല, തെറ്റാവും. ഒഴിവില്ലെങ്കിൽ മൊത്തം രാജേഷനാണ്. നമ്മുടെ സേമിയം പായസത്തിൻ്റെ സേമിയം വറുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളർ ഫ്ലാഷിട്ടോടാ കാണാൻ കഴിയില്ല. ഈ ചളവൊക്കെ ഗ്യാസ് നിങ്ങൾ കഴിച്ചോണം കേട്ടോ. അതെ, ഞങ്ങൾക്ക് വലിയ ക്വാളിറ്റിയുള്ള ക്യാമറയും ഫ്ലാഷ് ലൈറ്റുമല്ല. നമ്മുടെ മസിലേക്ക് കാണിക്കണം. പിന്നെ പാൽ ഒഴിക്കാറാ തിളച്ച് ഒരു എന്തോടെ ഇത് പാലിൻ്റെ കൂട്ടിരിക്കുന്നത്. ഇത് വെള്ളമായി പോയോ? ആണോ? തിളച്ചോണ്ടിരിക്കുകയാണ്. ചൗവരി അങ്ങനെ ബ്രൗൺ കളറായിരിക്കുകയാണ്. പരിപാടി ചൗവരി വറുത്ത പാത്രത്തിലാണ് നമ്മൾ പാല് തിളപ്പിക്കുന്നത്. മതിയോ? അങ്ങനെ സേമിയ ഉണ്ടാക്കുന്ന നമ്മുടെ സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്. അത്രയും പാല് മതിയെന്ന്. പാൽപ്പൊടി അടിപൊളിയായിരിക്കും സേമിയ. ഒടുക്കത്തെ ടേസ്റ്റാണോ പറയുന്നത്? വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരാം. അടുത്തായിട്ട് നമ്മൾ പഞ്ചസാരയാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. എത്ര പാൽപ്പൊടി നല്ല ഒരു തിളച്ച് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് വെച്ചു. ഇത് തണുക്കണം. സേമിയായിട്ടുണ്ട്. നമ്മുടെ പായസം തിളച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. നല്ല പിടിയാണ്. നമ്മുടെ സേമിയ അങ്ങനെ ഗുളുഗുളു ഗുളുഗുളു എന്ന് പറഞ്ഞാൽ തിളച്ചോണ്ടിരിക്കുകയാണ്. സകതിനൊരു ഉഷാറൊന്നുമില്ല. അതാണോ ആദ്യത്തെ ഉഷാറൊക്കെ പോയത്? ചൂട് കാരണമാണ്. ചൂട് ഭയങ്കര ചൂടാണ്. സേമിയ തിളച്ചു വന്ന ടൈമിൽ തീ കുറച്ചിട്ട് വളരെ മുന്തിരി അണ്ടിപ്പരിപ്പ് കൂടിയാണ് കഴിക്കട്ടെ വന്ന് കഴിയട്ടെ. അങ്ങനെ ഞങ്ങളുടെ സേമിയ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ സകത് ബ്രോയുടെ സേമിയ. സകത് ബ്രോ പൊളിച്ച് കുടിച്ചിട്ട് അഭിപ്രായം മുല്ലപ്പെരിയാറിന്റെ രീതിയിൽ നമ്മൾ രണ്ട് അഭിപ്രായമാണെങ്കിൽ ഈ വക പായസത്തിന്റെ കാര്യങ്ങൾ അത് മുല്ലപ്പെരിയാറിന്റെ പറയാൻ പോയി തോന്നുന്നു. അപ്പോൾ തമ്പി സകത് കുടിച്ച് ഇനി ഞാനെവിടെ കുടിക്കാൻ എനിക്കുള്ള എന്ത് സേമിയ കുടിച്ച് നോക്കിയിട്ട് പറയാം.
അതിനകത്ത് ആരും അണ്ടിപ്പരിപ്പ് എൻ്റെ പാലിട്ട് വന്നത് മറ്റേ കൂൾ വേണം അന്നേരം കറക്റ്റായിട്ട് കുടിക്കുക അഭിപ്രായം പറയുന്നത് അന്നേരം പൊളിയാണ് എനിക്കിഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അടിപൊളി ഒരു രസമുണ്ട് ആ പാൽപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാം കൊള്ളുണ്ട് അതങ്ങനെ വെച്ച് വന്നപ്പോൾ ഉണ്ട് മാത്രം നല്ല സാധനം ഊണിട്ടിരിക്കുകയാണ് രക്ഷയില്ല ചൂട് തന്നെ നാക്ക് കൂടി പോയി പിന്നെ നീ ഒരു ഗ്ലാസ് എല്ലാം എടുത്തോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബ്രോ ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാണ് അഭിപ്രായം വേണം അതാണ് മെയിൻ